പള്ളിത്തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയ്ക്കെന്ന് സൂചന. കുറ്റവും കുറവുകളും മറക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കാതോലിക്ക ബാവയുടെ ആഹ്വാനം. സഭാ തർക്കക്കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനിരിക്കെയാണ് സഭാധ്യക്ഷന്റെ പുതിയ നിലപാട്. മലങ്കര സഭാമക്കൾക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ള സഭാമക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശക്തിയായി വലിയ ഒരു സഭയായി വളരുവാനും മാർത്തോമാ ശ്ലീഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ടോം കുര്യാക്കോസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോം, ഈ സഭാ തർക്കത്തിൽ നിയമ പോരാട്ടത്തിൽ കോടതി എപ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ആവർത്തിച്ചുറപ്പിക്കുക കൂടി ചെയ്തതാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഇങ്ങനെയൊരു പിന്നോട്ട് പോക്ക് ഇതുവരെ നടത്തി വന്ന നിയമ പോരാട്ടത്തിലും നിലപാടിലും കാണിക്കുന്നത് എന്തിന്റെ സൂചനയാണ്? രേണുക, പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ഈ പള്ളിത്തർക്കത്തിൽ ഒരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയാണ്, അതിന് ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. അതായത് ഒരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നു പറയുമ്പോൾ സമവായ സാധ്യതയാണ് അദ്ദേഹം തുറന്നിടുന്നത്. നമുക്കറിയാം, നിരവധി പള്ളികൾ ഈ സഭാ തർക്കത്തെ തുടർന്ന് നിരവധി പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി വരികയും ഈ പള്ളികളൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് സുപ്രീം കോടതി യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണം എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. അതായത് ഈ പള്ളികളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ച കാര്യം, ഈ പ്രശ്നത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിധി നടപ്പാക്കാൻ സാവകാശം വേണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയും ഓർത്തഡോക്സ് സഭയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഈ കോടതി വിധി പോലും അനുകൂലമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് മാറ്റം എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സമവായത്തിനുള്ള ഒരു സമാധാനത്തിനുള്ള സാധ്യത വഴി തുറക്കുന്നു. നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇരു സഭകളെയും ഒന്നിച്ചിരുത്തി ചർച്ചയ്ക്ക് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. 2 സഭകളും ഐക്യപ്പെടാൻ വേണ്ടി, രണ്ടും യോജിച്ചു പോകാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അന്ന് ഒരു ഘട്ടത്തിൽ പോലും ഓർത്തഡോക്സ് സഭ വഴങ്ങിയിരുന്നില്ല. കാരണം ഈ കോടതി വിധി നടപ്പാക്കണം, പള്ളികൾ പിടിച്ചെടുക്കണം എന്ന നിലപാടായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്കെങ്കിൽ ഇപ്പോൾ ഈ നിലപാട് മാറ്റം, പ്രത്യേകിച്ചും പാത്രിയാർക്കീസ് ബാവ വരും ദിവസങ്ങളിൽ കേരളം സന്ദർശിക്കാനിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ യാക്കോബായ സഭയുടെ കേരളത്തിലെ അധ്യക്ഷനായിരുന്ന ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്ത ശേഷം പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഈ രീതിയിൽ ഓർത്തഡോക്സ് സഭ ഒരു നിലപാട് മാറ്റുന്നത്, നയം മാറ്റുന്നത് ഇരു സഭകളും തമ്മിൽ യോജിച്ചു പോകാനുള്ള വഴി തുറക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പള്ളിത്തർക്ക കേസുകളിൽ നിരവധി പള്ളികൾ ഇപ്പോഴും കോടതി വ്യവഹാരത്തിൽ നിൽക്കുകയാണ്. യാക്കോബായ സഭയുടെ കൈവശമുള്ള അവരുടെ ചരിത്രം ഉൾപ്പെടെ പേറുന്ന കോതമംഗലം പള്ളിയുടെ കാര്യത്തിലടക്കം കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. കോട്ടയത്തെ മണർകാട് പള്ളിയടക്കം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓർത്തഡോക്സ് സഭ
ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പക്ഷേ ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയാണ് ആണ് പരിശോധിക്കേണ്ടത്. കാരണം ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ നടന്നു വരുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമവായത്തിനുള്ള ശ്രമത്തിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സഭാ അധ്യക്ഷന്റെ വാക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെറ്റുകളും കുറവുകളും ഉണ്ടാകും, വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടായ കാലം ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മറക്കണം, അത് സമാധാനത്തിന് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അങ്ങനെ മാത്രമേ സഭയ്ക്ക് വളരാനാകൂ എന്നതാണ്. അപ്പോൾ സഭ വളരണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ നിർദ്ദേശം ഓർത്തഡോക്സ് സഭയിലെ എല്ലാവരും ഉൾക്കൊള്ളുമോ? ഇതൊരു അധ്യക്ഷന്റെ മാത്രം ഒരു അഭിപ്രായം എന്ന നിലയിലാണോ, അതോ സഭയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സമവായ നീക്കം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? രേണുക, ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇന്ന് നടത്തിയത് പെരുമ്പാവൂരിലെ മലങ്കര വർഗീസ് അനുസ്മരണ ചടങ്ങിനിടെയാണ് ഇത്തരമൊരു സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. മലങ്കര വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ സഭാ തർക്കം കൊടുമ്പിരി കൊണ്ട ഒരു കാലയളവിലുണ്ടായ അദ്ദേഹത്തിന്റെ മരണം അത് സഭയെ സംബന്ധിച്ചേറെ വൈകാരികമായി അവർ കാണുന്ന വിഷയമാണ്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച്. പക്ഷേ ആ വേദിയിൽ വെച്ച് മലങ്കര വർഗീസിന്റെ അനുസ്മരണ ചടങ്ങിൽ വെച്ചാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇത്തരമൊരു വിട്ടുവീഴ്ചക്ക്, അതായത് എല്ലാ കുറ്റങ്ങളും തെറ്റുകളും മറന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ വിശ്വാസികളും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളും അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നു, ഒരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളുടെ വാട്സപ്പിലടക്കം സ്റ്റാറ്റസായി ഈ പ്രസ്താവന ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ പോലും, വിശ്വാസികൾ പോലും ഈ പ്രശ്നത്തിനൊരു രമ്യമായ പരിഹാരം വേണം. കാരണം പലരുടെയും ബന്ധുക്കൾ, ഇരു വിഭാഗത്തിലുള്ളവർ തമ്മിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പിണങ്ങിക്കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, മരണാനന്തര ചടങ്ങുകൾ പോലും, ശവസംസ്കാര ചടങ്ങുകളിൽ പോലും ഈ പള്ളിത്തർക്കം കാരണം ഈ ശവസംസ്കാര ചടങ്ങുകൾ പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ വലിയ തർക്കവും പിന്നീട് സംഘർഷവും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെയും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചപ്പോൾ, വിധി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഈ ശവസംസ്കാര ചടങ്ങുകൾ